സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി നമ്മൾ എപ്പോഴും ചർച്ച ചെയ്തതാണ്. പരിതാപകരമാണ് എന്ന അവസ്ഥയിൽ കൂടി തന്നെയാണ് ഇപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ധൂർത്തിനോ അമിതമായ ചെലവാക്കലിനോ യാതൊരു നിയന്ത്രണവുമില്ല. ഇവിടെയാണ് നമ്മൾ സർക്കാരിനെ പഴി പറയേണ്ടി വരുന്നത്. എന്തായാലും സാമ്പത്തിക ദുരിതം ഈ കേരള സംസ്ഥാനത്തിന് മാത്രമല്ല, ഈ പ്രതിസന്ധി ഉള്ളത് കേരള സംസ്ഥാനത്തിന് മാത്രമല്ല, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും ഈ സാമ്പത്തിക ദുരിതം അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പരിതാപകരമായ അവസ്ഥയുണ്ട്, പ്രതിസന്ധി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു കേരള സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷേ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളെ വളരെ മിതമായി ചെലവാക്കേണ്ടത് എന്ന ഒരു ആത്മാർത്ഥമായ ഇടപെടൽ, ഒരു പൊതു പണമാണ് ഇത്, ജനങ്ങളുടെ പണമാണ്, ജനങ്ങളിൽ നിന്നും കരമായി വാങ്ങുന്ന കാശാണ് ഇത്, ജനങ്ങൾ നമ്മളെ സംരക്ഷിക്കാൻ തന്ന കാശാണ് എന്ന തരത്തിൽ അതിനോടൊരു ബഹുമാനവും സ്നേഹത്തോടും കൂടി അതിനെ സൂക്ഷിച്ച് പെരുമാറാൻ, അതിനെ സൂക്ഷിച്ച് ചിലവാക്കാൻ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ചിലവാക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. പകരം അമിതമായി ധൂർത്ത് കാണിക്കുന്നു, അനാവശ്യമായിട്ട് കുറേ പണങ്ങൾ ആവശ്യമില്ല ചെലവാക്കുന്നു. ഇതാണ് നമ്മൾ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കാരണം. അല്ലാതെ ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയത് ഈ സംസ്ഥാന സർക്കാരല്ല. എന്നാൽ ഈ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണം ഈ സംസ്ഥാന സർക്കാർ തന്നെയാണ്. എന്തായാലും നമ്മുടെ സാമ്പത്തിക അവസ്ഥ വളരെ ഗുരുതരാവസ്ഥയിലാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കാം നമ്മൾ ബ്രൂവറിയൊക്കെ കൊണ്ടുവരുന്നത്. ബ്രൂവറിയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് വരുമാനം കിട്ടും, പിന്നെ അത് ടാക്സ് കിട്ടും, അല്ലാതെ തന്നെ പല വരുമാനങ്ങളുണ്ടാകും. സ്വാഭാവികമായിട്ടും അതൊക്കെ നമ്മുടെ മാത്രമല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റേറ്റ് ആണെന്നുള്ള ഒരു പൊതുധാരണ ഉണ്ടാക്കണം. ഇതൊക്കെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്ദേശം. പക്ഷേ പിഴച്ചു പോകുന്നതാണ്. അത് നടത്തേണ്ട രീതിയിൽ ഒരു ബ്രൂവറിയൊക്കെ തന്നെ കൊണ്ടുവരുന്നതുകൊണ്ട് എതിർപ്പൊന്നുമില്ല. പക്ഷേ അതിനെ മാന്യമായ രീതിയിൽ നയനാരുടെ കാലത്ത് എങ്ങനെയാണ് ഒരു ബ്രൂവറി സ്ഥാപിച്ചത് എന്ന മാതൃക ഈ ഗവൺമെന്റ് മുന്നിൽ ഉള്ളപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതെ അത്തരത്തിൽ ആ നടപടികളൊക്കെ നടത്തി, നയനാരുടെ ഗവൺമെന്റ് നടത്തി അതേ നടപടികൾ നടത്തി മുന്നോട്ട് പോകാതെ തോന്നുന്നത് പോലെ ഏകപക്ഷീയമായിട്ട് തീരുമാനിച്ച് ഏകപക്ഷീയമായ ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയപ്പോഴാണ് ഇത് അപകടകരമായത്. അതാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ തകരാറ്. ഒരു കാര്യം പോലും കൃത്യമായ രീതിയിൽ, നല്ല രീതിയിൽ, ഒരു വിവാദം ഉണ്ടാക്കാത്ത രീതിയിൽ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരൊറ്റ നടപടി പോലും ഈ സംസ്ഥാന സർക്കാരിന് അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ന്യൂനതയും പരാജയവും. എന്തായാലും നമ്മൾ പറഞ്ഞു വരുന്ന സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചാണ്. പരിതാപകരമാണ് അവസ്ഥ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ കടമെടുപ്പ് മുന്നോട്ട് പോകുന്ന ധനസ്ഥിതിയിലാണ് കേരളം. കടമെടുത്താണ് നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നത്. നമ്പർ 1 കേരളം എന്ന് പറയുമ്പോഴും നീതി ആയോഗ് നടത്തിയ റാങ്കിങ്ങിൽ കേരളം ഏറെ പിന്നിലാണ്. അതാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി വന്നിരിക്കുന്ന വിവരം. സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള റാങ്കിങ് കേരളം വളരെ പിന്നിലായിപ്പോയി. 18 പ്രമുഖ സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം 15ാമതാണെന്നാണ് നീതി ആയോഗിന്റെ റിപ്പോർട്ടിൽ കാണുന്നത്. ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ ഒഴിവാക്കാനാവാത്ത ചെലവുകൾ മൊത്തം ചെലവിൻ്റെ 63.9% നമ്മുടെ സംസ്ഥാനത്ത്. നമ്മുടെ മൊത്തം ചെലവിൻ്റെ 63.9% ശമ്പളവും പെൻഷനും മറ്റുമൊക്കെ കൊടുക്കാനാണ് ചെലവാക്കുന്നത്. വികസനത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് നമുക്കുള്ളത്. പക്ഷേ വികസനത്തിന് വേണ്ടി വെറും തുലവും 8.8% മാത്രമാണ് വികസനത്തിന് വേണ്ടി ചെലവാക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളുടെ ശരാശരി വികസന ചെലവ് 15.2%. ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ പോലും 15% വികസനത്തിന് വേണ്ടിയിട്ട് ചെലവാക്കുമ്പോൾ നമ്മുടെ കേരളം ഈ വികസനത്തിൻ്റെ ഞങ്ങൾ മുന്നിലാണ്, ഈ നമ്പർ 1 ആണെന്നൊക്കെ പറയുമ്പോഴും 8.8% മാത്രമാണ് വികസനത്തിന് വേണ്ടി മുടക്കുന്നത് എന്നതാണ് നമ്മൾ പരിതാപകരം എന്ന് പറയാൻ കാരണം. കേരളത്തിൻ്റെ ആരോഗ്യ കുടുംബക്ഷേമ ചെലവ് 6.4%. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളുടെ ശരാശരി 5.6%. നമ്മൾ കൂടുതൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഈ കണക്കിൽ നിന്ന് വ്യക്തം തന്നെയാണ്. വിദ്യാഭ്യാസ ചെലവ് കേരളത്തിൽ 14%, മറ്റ് സംസ്ഥാനങ്ങളിൽ ശരാശരി 14.9%.
അവർ നമ്മളെക്കാളും കൂടുതൽ വിദ്യാഭ്യാസത്തിന് പണം മുടക്കുന്നു എന്ന് തന്നെയാണ് ആ കണക്കിൽ നിന്ന് വ്യക്തമാകുന്നത്. നമ്മൾ നമ്പർ 1 വിദ്യാഭ്യാസമാണ്, സാക്ഷരതരാണെന്നൊക്കെ പറയണമെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങൾ മുടക്കുന്നതിനേക്കാൾ കുറഞ്ഞ തുകയാണ് നമ്മൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി മുടക്കുന്നത് എന്നതും നീതി ആയോഗിൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു. കേന്ദ്ര മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്നു എന്നതാണ് പലപ്പോഴും റാങ്കിങ്ങിൽ പിന്നോട്ട് പോകാൻ കാരണമായി മാറുന്നത്. നമുക്കറിയാവുന്നതാണ്, പലപ്പോഴും കേന്ദ്രത്തിനോട് മത്സരിക്കാനും കേന്ദ്രത്തിനെ ധിക്കരിക്കാനും കേന്ദ്രത്തോട് എതിർത്ത് നിൽക്കാനും മാത്രമാണ് ഈ സംസ്ഥാനം ശ്രമിക്കുന്നത്. ഒരിക്കലും ഒരു താരതമ്യപ്പെട്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഈ സംസ്ഥാനം തയ്യാറല്ല. രാഷ്ട്രീയമായിട്ട് എതിർപ്പുണ്ടായിരുന്നാൽ പോലും സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും സംസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിനും സാമ്പത്തിക ഭദ്രതയ്ക്കും ഒരു കേന്ദ്രം ഗവൺമെൻറ്റുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഈ സർക്കാർ ശ്രമിക്കാറില്ല. അത് അവരുടെ എന്തോ വലിയ എന്തു പറയാം ഈ ദുരഭിമാനമായി അത് കാണുന്നു എന്നതാണ് കാണുന്നത്. എന്തായാലും സാമൂഹിക ക്ഷേമ പരിപാടികൾക്ക് ഗണ്യമായി ചെലവഴിക്കേണ്ടി വരുന്ന സമ്മർദ്ദം ഒരു വശത്തുണ്ട് ഈ സംസ്ഥാനത്തിന്, മറുവശത്ത് വരുമാനം വലിയ തോതിൽ വർദ്ധിപ്പിക്കാനാവാത്ത സ്ഥിതിയെല്ലാം ഈ ഗവൺമെന്റിന്റെ തിരിച്ചടി തന്നെയാണ്. ചെലവിന്റെ ഗുണനിലവാരം, വരുമാന സമാഹരണം, ചെലവ് നിയന്ത്രണം, കടത്തിൻ്റെ സൂചിക, കടത്തിൻ്റെ സുസ്ഥിരത എങ്ങനെ 5 ഘട്ടങ്ങളിലാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത് ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്. ഇതിൽ ചെലവിൻ്റെ ഗുണനിലവാരത്തിലാണ് കേരളത്തിന് ഏറ്റവും കുറഞ്ഞ സ്കോർ വന്നിരിക്കുന്നത്. മൊത്തം ആഭ്യന്തര ഉൽപ്പാദനവും കടം ഉൾപ്പെടെയുള്ള ബാധ്യതകളും തമ്മിലുള്ള അനുപാതമാണ് കടത്തിൻ്റെ സുസ്ഥിരതയെ സൂചിപ്പിക്കുന്നത്. ഇതിലും കേരളം വളരെ പിന്നിലാണെന്നാണ്. അനുപാതത്തിൽ നോക്കുമ്പോൾ 2018-2019 30.7% നിന്ന് 37.6% കൂടിയത് കേരളത്തിൻ്റെ തിരിച്ചടിയായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. റവന്യൂ വരുമാനത്തിൻ്റെ 19% പലിശ നൽകാൻ ചെലവിടുന്നത് ആശങ്കയുണ്ടാക്കുന്ന സ്ഥിതി തന്നെയാണ്. തീർച്ചയായിട്ടും 19% നമ്മൾ ഉണ്ടാക്കുന്ന വരുമാനത്തിൻ്റെ അത് പലിശ കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. മുതൽ അപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്, പലിശ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. രാജ്യത്തെ GDP-യിലേക്കുള്ള സംസ്ഥാനങ്ങളുടെ വിഹിതം, ഡെമോഗ്രഫി, മൊത്തം പൊതുചെലവ്, വരുമാനം, മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിരത എന്നിവ അടിസ്ഥാനമാക്കിയാണ് നീതി ആയോഗ് 2022-23 ധനകാര്യ സൂചിക തയ്യാറാക്കിയത്. ഇവയെല്ലാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി സ്വാധീനിക്കുന്നു. കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് ധനകാര്യ സൂചികയിൽ പിന്നിലുള്ളത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ആന്ധ്രാപ്രദേശ്, കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ സൂചികയിൽ 100-ൽ 30 താഴെയാണ് സ്കോർ ചെയ്തിരിക്കുന്നതെന്നാണ് കാണേണ്ടത്. ഉയർന്ന കടം, വലിയ രീതിയിലുള്ള പലിശ തിരിച്ചടവ്, വരുമാനത്തിലെ കുറവ്, മൂലധന ചെലവുകളിലെ കാര്യക്ഷമതയില്ലായ്മ എന്നിവയാണ് ഈ സംസ്ഥാനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ. നികുതിയേതര വരുമാനത്തെയാണ് കൂടുതലും ഈ സംസ്ഥാനങ്ങൾ ആശ്രയിക്കുന്നത് എന്നതും നമ്മൾ കാണേണ്ടത്. എന്നാലും കേരളം ഇപ്പോഴും വളരെ പിന്നിലാണ്, പരിതാപാവസ്ഥയിൽ തന്നെയാണ് നീതി ആയോഗിന്റെ റിപ്പോർട്ടിൽ കാണുന്നത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.